അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വിവാഹം എന്നുള്ള സ്വപ്നം. പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോഴൊക്കെ വിവാഹത്തെ വളരെ നല്ല രീതിയിൽ അവരൊരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ആ വിവാഹത്തിലേക്ക് അവർ കടന്നു വരുന്നത്. ആ വിവാഹത്തിൻ്റെ പന്തലിൽ വെച്ച് തന്നെ, ആ വിവാഹത്തിൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പോവുക, അല്ല അവരുടെ സ്വപ്നങ്ങളെല്ലാം അതോടുകൂടി തകർന്നു പോവുക എന്ന് പറയുമ്പോൾ ഈ വാർത്തകളൊന്നും കേട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ആ സദസ്സിലുള്ളവർക്ക് ഉൾക്കൊള്ളാനോ താങ്ങാനോ പറ്റാത്തതാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായത്, ചിലത് നമ്മുടെ ചെയ്തികളെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത്. ഈ ഒരു പെൺകുട്ടി, ഇത് നമ്മുടെ ഹാസനയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ പെൺകുട്ടി മുഖസൗന്ദര്യത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി, അങ്ങനെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പോയതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് ആ ദിവസം ആകുമ്പോൾ മുഖം കഴുകേണ്ട ഒരു ആവശ്യത്തിലേക്ക് എത്തിയപ്പോൾ മുഖം കഴുകുമ്പോൾ ആ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് മുഖം ഒരു വികൃതമായി. എന്നാലും ധൈര്യത്തോടു കൂടി തന്നെ കല്യാണത്തിൻ്റെ പന്തലിങ്ങനെ കയറുമ്പോഴേക്കാണ് തൻ്റെ ഭാര്യയായി വരുന്നവളെ സൗന്ദര്യം ഇല്ലായ്മ കണ്ട് വല്ലാത്ത സങ്കടപ്പെട്ട് ഭർത്താവ് ആ വിവാഹം അവിടുന്ന് ഒഴിവാക്കുകയും ഇത് ആ പെണ്ണിക്ക് ഉൾക്കൊള്ളാനാകാതെ അവിടെ തളർന്നു വീഴുകയും അവസാനം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. നമ്മുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരിക്കലും പ്രവൃത്തികളിലേക്ക് നാം കടന്നു പോകരുത്. സൗന്ദര്യത്തിന് വേണ്ടി എത്രയോ ആളുകൾ അവർക്കുള്ള മുഖത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തിയവരുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തി, അള്ളാഹു നമുക്ക് തന്ന സൗന്ദര്യം, അത് കറുപ്പാണെങ്കിൽ വെളുപ്പാണെങ്കിൽ അതിന് വലിയൊരു സൗന്ദര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനുള്ളൊരു ഭർത്താവിന് അള്ളാഹു നമുക്ക് നൽകാതിരിക്കില്ല. അതിൻ്റെ മുമ്പ് മറ്റുള്ള ഹറാമായ പ്രവൃത്തിയിലേക്ക് നാം പോവാതിരിക്കുക എന്നുള്ളതാണ്. പോകുമ്പോഴേക്കാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംഭവിക്കുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ സൗന്ദര്യത്തിന് വേണ്ടി പലതും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീന് നിഷിദ്ധമാക്കിയ ഒരു കാര്യങ്ങളും നാം ചെയ്തു പോകരുത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല സൗന്ദര്യം, അള്ളാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു തന്ന ആ സൗന്ദര്യത്തെ വളരെ വൃത്തിയോടുകൂടി കാത്ത് നാം അതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. അതല്ലാതെ ഇതര വസ്തുവിലേക്ക് അത് കടന്നു ചൊല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തത്തിലേക്കാണ് എത്തിപ്പോകുന്നത്. എല്ലാ സ്വപ്നങ്ങൾ ഒറ്റ നിമിഷം തകർന്നു പോകുന്ന വാർത്തകൾ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.